ഒരു വിഭാഗം ആളുകൾ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടരുന്നവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും. ബിഗ് ബോസിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ അധിക്ഷേപങ്ങൾ തുടർന്നതോടെ ശക്തമായ മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും രംഗത്ത് വരികയും നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരും. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ? നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ? നിങ്ങൾ തമ്മിൽ എന്താണ്? ഇതിനെല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ വീഡിയോയിൽ ഇരുവരും മറുപടി നൽകുന്നു. ബിഗ് ബോസിന് അകത്തുള്ളപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റൊരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഇക്കാര്യം പറയുന്നത്. ഇക്കാര്യം തുറന്ന് പറയണമോ എന്ന് ഞങ്ങൾ കുറെ തവണ ആലോചിച്ചു. ഒടുവിൽ ഞങ്ങൾ ക്ലാരിറ്റി തരികയാണ്. ബിഗ് ബോസിൽ വെച്ച് ആദ്യമായി പരിചയപ്പെടുന്ന സമയത്തെ ഇത്ര അടുക്കുമോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തവരാണ് ഞങ്ങൾ. എന്നാൽ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഒരു ബോണ്ട് ഫീൽ ചെയ്തു, ഒരു വൈബ് ഫീൽ ചെയ്യുമല്ലോ. അതായത് സമാന ചിന്താഗതിയിലുള്ള, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ. ബിഗ് ബോസ് എന്ന ഷോ ഒരു മത്സരമാണല്ലോ. അവിടെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരോട് ഒരു അടുപ്പം തോന്നും. അതിനുശേഷം ഓരോ ഗെയിം കഴിയും തോറും ഷോ നമ്മളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് വേറെ ഒരു സത്യം. അതായത് വേറെ വഴിക്ക് പോകേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ അവർ എങ്ങനെയെങ്കിലും നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും. ബിഗ് ബോസ് ഓഡിഷൻ സമയത്ത് പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഇരുവരും വൈകി ഉറങ്ങുന്നവരാണ്. ഞങ്ങൾക്ക് അവിടെ രാത്രിയും പകലുമില്ല. സമയം കൃത്യമായി അറിയില്ലല്ലോ. ആളുകൾ നോക്കുമ്പോൾ ഞങ്ങൾ പാതിരാത്രിയിലും ഇരുന്ന് സംസാരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല, കൂടെ രതീഷ്, നോറ എന്നിവരാണ് കൂട്ടാകുന്നത്. ഇരുവരും പിന്നീട് വേറെ വഴിക്ക് പോയതോടെ ഞങ്ങൾ ഒറ്റപ്പെട്ടു. ആദ്യ ദിവസം മുതലുള്ള ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടതോടെ ഞങ്ങൾ ഒരു ടീമാണ്. ഗെയിം സ്ട്രാറ്റജി എന്ന ധാരണയുണ്ടായി. ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമായിരുന്ന ഞങ്ങളെ ക്ലോസ് ആക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെടുത്തലും സമ്മർദ്ദവുമാണെന്ന് ജാസ്മിനും ഗബ്രിയും പറയുന്നു. തുറന്നു പറയുകയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ഗബ്രി വീഡിയോയിൽ വ്യക്തമാക്കുന്നു. അതായത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലുള്ള ഒരു ഇഷ്ടം. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഗബ്രി പറഞ്ഞു. അതിന് അകത്ത് നിന്ന സമയത്ത് എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നുവെന്ന് ജാസ്മിനും തുറന്നു പറയുന്നു. വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രശ്നമായത്. ബിഗ് ബോസിൽ വെച്ച് എന്ത് നടന്നാലും പുറത്ത് ഒരു റിയാലിറ്റി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് അവസ്ഥകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യം മുതൽ ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രണയം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അതിന് കുടുംബമോ മതമോ ഒന്നും അല്ല വിഷയം. ഞങ്ങൾ സെയിം ക്യാരക്ടറാണ്. അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്നും ഇരുവരും കൂട്ടിച്ചേർക്കുന്നു.